എന്താണ് കല്യാണം കഴിഞ്ഞ് പോയ വഴിക്ക് പിണങ്ങാനുണ്ടായ കാര്യമെന്ന് ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്തായിരുന്നു നമ്മൾ കല്യാണം കഴിഞ്ഞ് പോയപ്പോൾ സംഭവിച്ചത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ കല്യാണം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പോഴേ നമ്മൾ പിണങ്ങാനുണ്ടായ കാരണം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഹലോ ഗേയ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗേയ്സ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരുടെ നാട്ടിലും നല്ല അടിപൊളി മഴ കിട്ടിയെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്നലത്തെ നമ്മുടെ ആ ഒരു മഴയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ, ഇവിടത്തൊക്കെ നല്ല അടിപൊളി മഴയായിരുന്നല്ലേ. വൈകുന്നേരം മഴ ഉണ്ടാവും. ഇപ്പോഴത്തെ സമയം 3 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എല്ലാവരും നമ്മളെ വീഡിയോ പിന്നെ 2 മണിക്ക് പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും. അപ്പോൾ ഏതായാലും ഇന്ന് മക്കളെ സമയം കിട്ടാത്തത് കൊണ്ടാണ് ഇന്ന് 2 മണിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റായിരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നത്തെ വൈകുന്നേരം വീഡിയോ ഷൂട്ട് ചെയ്യണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാനിന്ന് ഇപ്പോൾ 8 മണിക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ 8 മണിക്കായിരിക്കും ഈ ഒരു വീഡിയോ വരുന്നത്. അപ്പോൾ സമയം കിട്ടായിരുന്ന വേറൊന്നും കാര്യമില്ല, അളിയൻ ഇവിടെ ഇല്ല. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ കണ്ടു കാണും, അളിയന് നേരെ സിനുവിൻ്റെ അടുത്ത് പോയിരിക്കണല്ലേ. അപ്പോൾ ഒരു അമ്മായി അവൻ പോവല്ലേ നീ? ഞാന് 5ാം ക്ലാസ് പഠിക്കുമ്പോ ഒരു മേമയായതാ. 5ാം ക്ലാസ് പഠിക്കുമ്പോ ഒരു മേമയായി. മേമ പറഞ്ഞാല് ഇളമ്മായി അല്ലേ? അപ്പൊ ഇനി ഇപ്പൊ ആരാ കല്യാണം കഴിഞ്ഞിട്ട് ഇനി ഇപ്പൊ ആരാവാൻ പോണ്? ഇനി ഒരു അമ്മായി ആവാൻ പോണു. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇനി അമ്മായി ആവുന്നുണ്ട്. കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇനി ഒരു ഉമ്മയാവും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഏതായാലും ഒക്കെ അലല്ലാ, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. പിന്നെ അപ്പോൾ അളിയൻ ഇല്ലാത്തത് കൊണ്ട് അളിയന് സിനുവിൻ്റെ അവിടെ പോയിരിക്കണമല്ലോ. അപ്പോൾ വീട്ടിൽ കുറച്ച് പണികൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ പുറത്തായിരുന്നു. അപ്പോൾ കുറച്ച് മുന്നേ എത്തി വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ എങ്ങനെ ഇരിക്കുകയാണ്. ഉമ്മ എവിടെ പോയി? അമ്മ അയൽക്കൂട്ടത്തിന് പോയല്ലേ. അമ്മ അയൽക്കൂട്ടത്തിന് പോയിരിക്കാണ്. അപ്പോൾ നല്ല ഈച്ച ശല്യം. ഈച്ച അത് എല്ലാ സമയത്തും ഉണ്ടാവും, എന്നും ഉണ്ടാവും ഗൈസ് ഇവിടെ. ഈ ഒരു പുറത്ത് എപ്പോഴും ഇവിടെ ഒന്നല്ല, ഞാനിന്നപ്പോഴത്തെ അവിടെ പിന്നെ എന്താണ് ഇവർക്ക് പണിക്കാർക്ക് ചോറ് കൊടുക്കാൻ പോയപ്പോഴും അവിടെ അങ്ങോട്ട് കയറിയത് ഓർമ്മയുള്ളൂ. ഒന്നായിട്ട് കടയിൽ ഈച്ചകൾ നല്ല ഉണ്ട്. അത് മാത്രമല്ല പിന്നെ അവിടെ തന്നെ ഒരു തൊഴുത്തുണ്ട്. അപ്പൊ അതുണ്ട്. പിന്നെ അല്ല, പൊതുവെ മഴക്കാലത്ത് എല്ലായിടത്തും ഉണ്ടാവും. ചക്കമാങ്ങിന്റെ മാത്രമല്ല, മഴക്കാലത്ത് എല്ലാ സ്ഥലത്തും ഉണ്ടാവും. ഏത് പുറത്ത് ഈച്ചകളുണ്ടാവും. ആരൊക്കെ കമന്റ് ഇട്ടിക്കണം എന്തൊക്കെയോ ഉള്ളിൽ എന്താണ് സവാള അല്ലേ, അതിൽ നല്ലെണ്ണ ഒഴിച്ചിട്ടോ അങ്ങനെ എന്തൊക്കെയോ തിരികെ കത്തിച്ചാൽ പോകുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായാലും പിന്നെ ആരോ പറഞ്ഞു ഉപ്പ് വെള്ളം കൊണ്ട് തറ തുടച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കാം. പിന്നെ ഒരു കുറച്ച് സമയത്തേക്കല്ലേ ഉണ്ടാവുള്ളൂ, കുറച്ച് കാലയളവിൽ ഉണ്ടാവണതാണ്. അപ്പോൾ നമ്മുടെ വിഷയത്തിലോട്ട് വരാം. എന്താണ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്? നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഇന്നലത്തെ നമ്മുടെ അളിയന്റെ വീഡിയോയിൽ നിങ്ങൾ കണ്ടാണ് ഞാനും ചക്കരയും അളിയനും കൂടെ ഒക്കെ ഇരുന്നിട്ടൊരു എന്താണ് ഒരു മനസ്സമ്മതം റൗണ്ട് പോലത്തെ നമ്മളൊരു പരിപാടി ചെയ്തായിരുന്നു. അപ്പോൾ അതിൽ പിന്നെ അളിയന് 10-18 ചോദ്യങ്ങൾ നമ്മളോട് ചോദിച്ചു. അതിൽ 14 നമ്മൾ ശരിയാക്കിയല്ലേ. 14 പിന്നെ ഉത്തരങ്ങൾ നമ്മൾ ഇന്നലത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ശരിയാക്കി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തൊരു ചോദ്യം ചോദിച്ചായിരുന്നു, ആദ്യമായിട്ട് എപ്പോഴാണ് കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് എപ്പോഴാണ് നമ്മൾ തെറ്റിയതെന്ന്, അതായത് പിണങ്ങിയതെന്ന്. അപ്പോൾ അതിൽ ഇങ്ങനെ നമ്മളൊരു ഉത്തരം എഴുതിയായിരുന്നു. എന്താണെന്ന്? കല്യാണം കഴിഞ്ഞ് പോകുന്ന വഴി, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് അന്ന് തന്നെ നമ്മൾ രണ്ടാളും ഉത്തരം എഴുതിയായിരുന്നു. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇന്നലത്തെ ആ ഒരു വീഡിയോയിൽ ചോദിച്ചായിരുന്നു, എന്താണ് കല്യാണം കഴിഞ്ഞ് പോയ വഴിക്ക് പിണങ്ങാനുണ്ടായ കാര്യമെന്ന് ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അളിയനും ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഏതായാലും അതിൻ്റെ കാരണം നമ്മുടെ ചാനലിൽ തന്നെ പറയുന്ന അളിയൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്തായിരുന്നു നമ്മൾ കല്യാണം കഴിഞ്ഞ് പോയപ്പോൾ സംഭവിച്ചത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ കല്യാണം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പോഴേ നമ്മൾ പിണങ്ങാനുണ്ടായ കാരണം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഈ കാര്യത്തിനൊക്കെ ആരെങ്കിലും അടികൂടി പെടുമ്പോൾ ഞങ്ങൾക്ക് വലിയ കാര്യങ്ങൾ ഞങ്ങൾ വലിയ വിഷയമാക്കൂല. ചെറിയ കാര്യങ്ങൾക്ക് ഞങ്ങൾ അങ്ങനെ അടികൂടി തല്ലായി. പിന്നെ അടികൂടി എന്ന് പറയുമ്പോൾ അല്ല, തല്ല് എന്നൊക്കെ മീൻസ് അങ്ങനത്തെ തല്ലല്ല. അതായത് ഇപ്പോൾ എന്തെങ്കിലും ചെറിയ പിണക്കം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു സൗന്ദര്യ പിണക്കം, അത്രേ ഉള്ളൂ. രണ്ടാളും കുറച്ചേരം ഉണ്ടായിരിക്കും. പിന്നെ ഞാൻ തന്നെ കൂടുതൽ അങ്ങോട്ട് പോയി മിണ്ടല്, അല്ലെങ്കിൽ ആളിങ്ങോട്ട് ഒന്നും മിണ്ടും. അപ്പോ ഏതായാലും നമുക്ക് കാര്യം പറഞ്ഞുതരാം, എന്നിട്ട് ബാക്കി പറയാം. അതായത് കാര്യം നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ കാര്യം എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തായിരുന്നു കാരണം ചക്കര? കാരണമൊന്നുമില്ല, കാരണം നിസ്സാര ഒരു കാരണമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഞങ്ങൾ രണ്ടാളന്ന് കാറിന് ബാക്കിൽ ഇട്ടിട്ടാണല്ലോ തിരിച്ച് കൊല്ലത്തോട്ട് പോയത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി കുറച്ചങ്ങോട്ട് പോകുന്ന നേരം ഞാൻ അവളോട് പറഞ്ഞു, എടി പിന്നെന്താണ് നമ്മുടെ കാറിലിരുന്ന് തന്നെ സെൽഫി എടുക്കുമെന്ന് പറഞ്ഞു. എൻ്റെ മൊബൈൽ ഞാൻ കൊടുത്തിട്ട് പറഞ്ഞു സെൽഫി എടുക്കുമെന്ന് പറഞ്ഞു.
അതിൽ ഇവളെ എന്നോട് പറഞ്ഞു ഞാൻ എടുത്താൽ മതി ഫോട്ടോ അല്ലെങ്കിൽ ആ സെൽഫി ഞാൻ എടുത്താൽ മതി, അപ്പോൾ എൻ്റെ ഭാഗത്തു നിന്നാണ് ലൈറ്റ് ഉള്ളത് പറഞ്ഞു. ഞാൻ പറഞ്ഞു എടി അല്ല, നിൻ്റെ സൈഡിൽ നിന്നാണ് ലൈറ്റ് കിട്ടുന്നത്, നീ അവിടെ നിന്ന് എടുക്കുക പറഞ്ഞു. അതിൽ ഇവള് പറഞ്ഞല്ല എൻ്റെ സ്ഥലത്ത് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് വേറെ ആരും കേൾക്കില്ല, നമ്മൾ രണ്ടാളും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാണ്. അതിൽ ഞാൻ പറയുന്നുണ്ട് ഇവളെ ഭാഗത്ത് നിന്ന് എടുക്കുന്നത്, ഇവളെ പറയുന്നത് എൻ്റെ ഭാഗത്ത് നിന്ന് എടുക്കുന്നത്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ചെറിയൊരു സൗന്ദര്യപ്പണക്കായി. സംഭവം ശരിക്കും ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്രയുടെ ഭാഗത്തായിരുന്നു ശരി. കാരണം എൻ്റെ ഭാഗത്തു നിന്നായിരുന്നു കറക്റ്റ് ആ ഒരു ഫോട്ടോ എടുക്കാനുള്ള ഒരു ലൈറ്റ്, ആ ഒരു വെളിച്ചം കിട്ടിയിരുന്നത്. അപ്പോൾ ഞാൻ നോക്കിയ നേരം എന്ത് ചെയ്ത് എനിക്കങ്ങനെ ഇരുട്ട് പോലെ തോന്നിയിട്ട് ഞാൻ ഇവളോട് പറഞ്ഞു. അപ്പോൾ ഇവളത് സമ്മതിക്കണില്ല. ഇവള് പറഞ്ഞു ഞാൻ എടുക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവൾക്കൊന്ന് ആ സമയത്ത് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി, അപ്പോൾ ക്ലാരിറ്റി ഇല്ലല്ലോ അല്ലെങ്കിൽ ക്വാളിറ്റി ഇല്ലല്ലോ എന്ന് മനസ്സിലാകുമ്പോൾ ഞാൻ എടുത്തോളൂ. പക്ഷേ ഇവളത് ചെയ്യാത്ത കാരണം കൊണ്ട് എന്ത് ചെയ്ത് എനിക്ക് പെട്ടെന്നാണ്ട് ഇതായി. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ എടുക്കേണ്ട പറഞ്ഞിട്ട് കുറച്ച് നേരം അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇതായിരുന്നു കാര്യം. അപ്പോൾ കാരണം ഇപ്പോൾ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അതായത് ഇതാണ് ഞങ്ങൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ. പിന്നെ സൗന്ദര്യ പണക്കങ്ങൾ ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ ഇതേപോലെ തന്നെ ആയിരുന്നു. ഞങ്ങൾ സെൽഫി എടുക്കാൻ കാക്കു ഇങ്ങനെ സെൽഫി എടുക്കുക. കാക്കു ഇത്ര ഹൈറ്റ് ഉണ്ടല്ലോ, അതില് ആ ഹൈറ്റ് ഉണ്ടല്ലോ ഇങ്ങനെ പ്രത്യേകം എപ്പോഴും മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഹൈറ്റ് ഇല്ലല്ലോ മതിയില്ലേ? ഇപ്പൊ കണ്ടില്ലേ, ചെറിയ കാര്യങ്ങൾ മതി ഞങ്ങൾ അടിണ്ടാവും. അപ്പൊ അതുകൊണ്ട് അന്ന് ഇതേമാതിരി മാർച്ച് സമയത്തേനു നല്ല വെയിലുള്ള സമയം. അത് സൂര്യന്റെ താഴെ എടുത്തിട്ട് അങ്ങോട്ട് നോക്കുക അറിയുമ്പോ നോക്കാതെ കണ്ടേ. അപ്പൊ നേരെ ഒരാൾ വരുന്നുണ്ട്. എവിടെയായിരുന്നു? എന്നിട്ട് ഓടി വന്നതാ. ഉമ്മ വിചാരിച്ചേ ആരോ ഇവിടെ അതിഥികൾ വന്നിട്ടുണ്ട്. അങ്ങനെ അമ്മ വേഗം വന്നേണ്. എവിടെ പോയി? അയൽക്കൂട്ടത്തിന് പോയെന്നെ. ശരി, എന്തായി കഴിഞ്ഞു? വന്നിട്ട് വർത്താനം പറഞ്ഞ നന്നായി. അല്ലെ ഇന്നൊന്നും വരില്ല, 5 മണിക്ക് കിടന്ന് ഞാൻ ചായ വെച്ചിട്ട് പോകുന്നതാണ്. അത് ശരി. ആ പണിക്കാർക്ക് ചായ ഒക്കെ വെച്ചിട്ടാ. എന്തായിരുന്നു സബ്ജക്ട് അയൽക്കൂട്ടത്തിലെ? ഇറച്ചിപത്രി ആയിരുന്നു. ചർച്ച എന്തായിരുന്നു ചോദിക്കാം? ഒന്നുമില്ല. നിങ്ങൾ കുറച്ചു മുന്നല്ലേ പോയിമ്മ? കഴിയുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ഏതാ പ്രസിഡന്റാ? ജോയിന്റ് സെക്രട്ടറിയോ? അതൊന്നും വേണ്ട. അയൽക്കൂട്ടം നല്ല പോലെ വർത്താനം പറയുന്ന ആൾക്കാർ മതി, അതിന്റെ ആവശ്യമല്ലേ ഉള്ളൂ. പിന്നെ വരി ഇങ്ങോട്ട്. അപ്പോൾ അതെ അയൽക്കൂട്ടമൊക്കെ അയൽക്കൂട്ടം കഴിഞ്ഞില്ല. അയൽക്കൂട്ടത്തിന്റെ ഇടയിൽ തന്നെ ഉമ്മ റിസൈൻ ചെയ്ത് ഉമ്മ പോന്നിട്ടുണ്ട്. പണിക്കാർക്ക് ചായ കൊണ്ട് കൊടുക്കാനുള്ളതുകൊണ്ട്. ജോലിയില്ലേ? ചായ കൊണ്ട് കൊടുത്തരാം, നമുക്ക് ചായ കൊണ്ട് കൊടുത്തരാം. പിന്നെ ഈ പറഞ്ഞതിന്റെ ബാക്കി അറിയാം എന്ത്? അങ്ങനെ അപ്പൊ ഞാനിങ്ങനെ ഞങ്ങൾ രണ്ടാളും സെൽഫി എടുക്കാൻ നിൽക്കുന്നു. അപ്പൊ കാക്കു ഇങ്ങനെ സെൽഫി എടുക്കണത്. ഞാൻ താഴത്തേക്കല്ലേ, താഴത്ത് നിക്കില്ലേ? താഴത്തല്ല, താഴെ തന്നെ. കാക്കുന്റെ അച്ചോക്കുമ്പോ താഴെ തന്നെ. അപ്പൊ എന്തെങ്കിലും ഫോട്ടോ ഞാൻ ഇങ്ങനെ നോക്കല്ലേ. അപ്പൊ എനിക്ക് അധികം നേരം നോക്കാം, കണ്ണിങ്ങനെ പോവാ. കാക്കു ആണെങ്കിൽ അവിടെ നിന്ന് തന്നെ എടുക്കാം. എന്നിട്ട് ഒറ്റ ഫോട്ടോ എടുത്തോളൂ കേട്ടോ. എന്റെ സ്വഭാവം എങ്ങനെയാണെന്ന് അറിയോ? കാക്കു ഈ പറഞ്ഞ മാതിരി കുറേ ഫോട്ടോസ് എടുക്കും. എന്നിട്ട് ആൾക്ക് കഴിഞ്ഞിട്ട് ഞാൻ പറയും കാക്കു ഇത്ര ഫോട്ടോ എടുത്തുള്ളൂ. രസമല്ല അവളോട് ഞാൻ അന്ന് പറഞ്ഞു, എടി എൻഗേജിന്റെ ആ സമയത്ത് പറഞ്ഞു, എടി നിക്ക് 2-3 ഫോട്ടോ എടുക്കാൻ, നല്ല ഫോട്ടോ എടുക്കാൻ. കാരണം ഇനിയിപ്പോൾ ഇതിനിടയ്ക്ക് ഒരു വരലും കാണലൊന്നും ഉണ്ടാവില്ല. കാരണം ഗൾഫിലോട്ട് പോകല്ലേ ഒരു 10 ദിവസങ്ങളും കഴിഞ്ഞാൽ. ഞാൻ എൻഗേജ്മെന്റ് ആ സമയത്താണ് കേട്ടോ. അപ്പോൾ ഇവിടെ പറഞ്ഞില്ല ആ ഫോട്ടോ ഒക്കെ മതി, അതൊക്കെ മതി. നമുക്കൊക്കെ ആകെ ടെൻഷൻ കയറി എന്തൊക്കെയായിട്ടാണ് ഇവളത് പറഞ്ഞു. അതിനുശേഷം ഞാൻ ഗൾഫിലേക്ക് എത്തിയതിനു ശേഷം എന്നോട് പറഞ്ഞ് നമ്മുടെ എൻഗേജ്മെന്റ് ഫോട്ടോ ഉണ്ടോന്ന്. അതിൽ ഞാൻ കിട്ടിയ 2-3 ഫോട്ടോ ഇട്ട് കൊടുത്ത്. ആകെ എന്തൊക്കെയോ ഒരു കച്ചറ ഫോട്ടോ. മര്യാദയ്ക്ക് നല്ല ഫോട്ടോ പോലില്ല. ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ ഫോട്ടോയിലൊന്നുമില്ല, 2 വർഷം കാത്തിരുന്നു, കല്യാണത്തിന് എടുത്താൽ മതി പറഞ്ഞു. എന്നിട്ട് എന്താ കല്യാണത്തിന് എടുത്തില്ല? നല്ലേ കല്യാണത്തിന് എടുത്തിട്ടുണ്ട്. അത് പറഞ്ഞപ്പോഴും ഓർമ്മ വന്നു, എടി നമ്മൾ ആൽബം കിട്ടിയില്ലല്ലോ. ആൽബം കിട്ടാത്തതിന് കാര്യമുണ്ട്. എന്താണ് ആൽബം കിട്ടാത്ത കാര്യം എന്ന് വെച്ചാലേ, നമ്മളിപ്പോൾ ഇൻഷാല്ലാ നാടെത്തിയിട്ട് പിന്നെ നമ്മുടെ ഫോട്ടോഷൂട്ട് കുറച്ചും കൂടി ബാക്കിയുണ്ട്. അതായത് നമ്മളിപ്പോൾ കല്യാണ ആൽബമല്ലേ നമ്മൾ എടുത്തത്. ഇനിയിപ്പോൾ നമ്മൾ നാടെത്തിയിട്ട് നമ്മൾ ആ ഫോട്ടോഗ്രാഫറിനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ആള് നമ്മളെ പുറത്ത് കൊണ്ടുപോയിട്ട് ഔട്ട്ഡോർ ഫോട്ടോ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഫാമിലി എല്ലാവരും കൂടി ചേർന്നിട്ട്. അപ്പോൾ എന്നിട്ട് അതിൻ്റെ ഫോട്ടോയും കൂടി നമ്മൾ ആൽബത്തിൽ ആഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ് എന്നോട് പറഞ്ഞാണ് നമുക്ക് ഔട്ട്ഡോർ പോയി വരാമെന്ന്. പക്ഷേ അതിനുള്ള നേരം നമുക്ക് കിട്ടില്ല, പിന്നെ നമ്മളിങ്ങോട്ട് പോകുന്നില്ലേ. അപ്പോൾ ഔട്ട്ഡോർ ഫോട്ടോയും കൂടി ഷൂട്ട് ചെയ്തിട്ട് നമുക്ക് ആ ഫോട്ടോയും കൂടെ പാട് ചേർന്നിട്ടേ ആൽബത്തിൽ കിട്ടും. അപ്പോൾ ഏതായാലും ആൽബം കിട്ടിയിട്ട് ഇൻഷാല്ലാ നിങ്ങൾക്ക് കാണിച്ചു ആൽബത്തിൻ്റെ നമ്മുടെ ഫോട്ടോ ഒക്കെ. ഇവിടെ ആൽബം ഉണ്ടല്ലേ? അറിയില്ല. അപ്പോൾ ഇവിടെയും ഫോട്ടോഗ്രാഫർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ആൽബം ഇവിടുത്തെ ഇതുവരെയും കിട്ടിയിട്ടില്ല, എന്താണെന്ന് പാളിയനോട് വെച്ചാലേ അറിയുള്ളൂ. അപ്പോൾ ഏതായാലും നമ്മുടെ ആൽബം നമ്മൾ നാടെത്തി ഫോട്ടോ എടുത്തതിന് ശേഷം കഴിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ. അപ്പോൾ നിങ്ങൾ ചോദിച്ച പോലെ തന്നെ ഇതായിരുന്നു കാരണം. അല്ലാതെ നമ്മളെപ്പോഴും ആദ്യം തുടക്കത്തിൽ തന്നെ പറഞ്ഞ പോലെ പിന്നെ വലിയ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എന്നെ അപേക്ഷിച്ച് പറഞ്ഞാൽ നമ്മൾ എൻ്റെ ഇവളുടെ ഇടയിൽ ചെറിയൊരു എന്ത് പ്രശ്നമാണെങ്കിലും, ചെറുതോ വലുതോ ആയിക്കോട്ടെ, എന്ത് പ്രശ്നമാണെങ്കിലും ഇന്നത്തെ പ്രശ്നം മാക്സിമം ഇന്ന് ഉറങ്ങുന്നതിന് മുന്നേ തന്നെ
തീർത്തിട്ട് എന്റെ പറഞ്ഞിട്ട് സ്വഭാവം എന്താണെന്നറിയോ, ഓക്ക് പറഞ്ഞ് തീർത്തേ പറ്റുമോ. അത് ഇക്ക് അത് പറഞ്ഞ് അതിന്റെ ഒരു അങ്ങേയറ്റം കുഴിച്ചിട്ട് അത് പറഞ്ഞ് തീർക്കണം. അല്ലാതൊക്കെ ശരിയാവില്ല, അല്ല കുറക്കം വരൂല. എനിക്കും അങ്ങനെ തന്നെ. എനിക്കെന്ന് വെച്ചാൽ ഇപ്പൊ ഇന്നത്തെ പ്രശ്നമാണെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇന്നത്തെ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ന് ഉറങ്ങണേന് മുന്നേ തന്നെ ഈ പ്രശ്നം ചെറുതോ വലുതോ എന്തോ ആയിക്കോട്ടെ, എന്ന് ഉറങ്ങുന്നതിന് മുന്നേ തന്നെ ഈ ഒരു പ്രശ്നം തീർത്ത് പരിഹരിച്ചിട്ട് മാത്രമേ പിന്നെ ഉറങ്ങാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റുള്ളൂ എന്നുള്ളൊരു അങ്ങനെ ഒരു ഇതുള്ള ആളാണ് ഞാൻ. കാരണം പിന്നെ നമ്മൾ ആ ഒരു പ്രശ്നം കൊണ്ട് അങ്ങനെ കിടന്ന് ഉറങ്ങിയിട്ട് പിന്നെ പിറ്റേന്ന് ഇപ്പോൾ ആരെഴുന്നേക്കും അല്ലെങ്കിൽ ആരെഴുന്നേക്കില്ല ഒക്കെ പടച്ചോൻ തന്നെ അറിയുള്ളൂ. അപ്പോൾ ആ ഒരു ഇതും കൊണ്ട് പോയിട്ട് നമ്മൾ ഉറങ്ങിയിട്ട് ഒരു കാര്യമില്ലല്ലോ. ഇടി പൊട്ടുണ്ടല്ലേ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി ഉള്ള ആളാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെയാണ് ഇപ്പോഴും മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അങ്ങനെ തന്നെ മരണം വരെ പോട്ടെ. അപ്പോൾ ഏതായാലും ഇന്നത്തെ ഒരു വീഡിയോ എത്രയുള്ളൂ. അപ്പോൾ ഉമ്മ വന്നത് ഇവിടെ പണിക്കാർക്കുള്ള ചായ വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഞാനും ഈ വരുന്നുണ്ടോ പെരേക്ക് പോകാൻ, പണിക്കാർക്ക് ചായ എടുക്കാൻ? മഴ ഇടി പൊട്ടുന്നുണ്ട്, മഴൻ്റെ ചെറിയൊരു കോളുണ്ട്. മുട്ടായിയോ? മുട്ടായിനുള്ള പ്രായം. അപ്പോൾ ഏതായാലും ഞാനിത് പിന്നെ പെരയിലോട്ടൊക്കെ പോവാണ് പണിക്കാർക്ക് ചായയൊക്കെ കൊണ്ടു കൊടുക്കാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.